ഹലോ, എസ് ജെ കപ്പിൾസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് കുഞ്ഞൊരു യാത്ര പോവാണ്. ഒത്തിരി ദൂര സ്ഥലത്തോട്ടൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. പിള്ളേർക്ക് കളിക്കാൻ കുറച്ച് സൗകര്യമൊക്കെ ഉള്ളൊരു സ്ഥലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ബോട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ആരും ഇതുവരെ പോയിട്ടില്ല. അപ്പം നമുക്ക് നമ്മുടെ വരെ പോയി നോക്കാം, എന്താണ് സംഭവം, എന്താണ് പരിപാടി എന്നൊക്കെ വിളിച്ചു. അതിൻ്റെ ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം. ചുങ്കക്കുന്ന് തന്നെ വേറൊരു കൂട്ടുകാരത്തിയുണ്ട്. നമുക്ക് അവളെ ഒന്ന് വിളിച്ച് നോക്കാം. ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഓപ്പൺ ആണോ അല്ലയോ എന്നുള്ളതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ല. ഹലോ, ചിന്ന എവിടെയാണേ? ഹലോ, എവിടെയാ? എടി, നമ്മുടെ മറ്റേ ചുങ്കക്കുന്നത്തെ പാർക്കില്ലേ, അത് ഞായറാഴ്ച ഓപ്പൺ ആണോ? ആണല്ലേ, ആ ഓക്കെ. കൊച്ചിനെങ്ങനെയുണ്ട്? കൊച്ചിനോക്കിയടി, അവളിത് ഇവിടെ താഴെ വീട്ടിലെ പിള്ളേരോടെ കളിക്കുന്നു. ആ പൊളി. ഇച്ചുണ്ട്, ഞങ്ങൾ തന്നെ അവിടെ വരെ വരാന്ന് ഓർത്തോണടി. ഇങ്ങോട്ട് ഇറങ്ങുന്നോ? അങ്ങോട്ട് നോക്കട്ടെ, സമയം പോലെ നോക്കട്ടെ. എന്നാ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വരാം, നോക്കട്ടെ. ഇവിടുന്ന് കഴിഞ്ഞിട്ട് ഇവളുടെ ഇതൊന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ബിരിയാണി ഉണ്ടോ? ബിരിയാണി ഇല്ല, നീ നേരത്തെ പറയണായിരുന്നു. അതൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെ ആരോട് നേരത്തെ വിളിച്ചു പറയാനൊന്നുമില്ല. പ്രോപ്പർട്ടിയുടെ പേര് കുട്ടിയവാലിയിൽ നിന്ന്. അങ്ങനെ നമ്മൾ പ്രവേശിച്ചു. 2-3 വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. കുറച്ച് വണ്ടികൾ കുറച്ച് താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി താഴോട്ട് കൊണ്ടുപോകാമെന്ന് തോന്നുന്നു. നമുക്കപ്പോൾ ടിക്കറ്റ് എടുക്കാം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. 100 രൂപയാണ് വണ്ടി നമ്മുടെ താഴോട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല വെയിലാണ്, ഞങ്ങൾ ഉച്ച സമയത്തായിട്ട് ഭയങ്കര വെയിലായിരുന്നു. ഇങ്ങോട്ട് വരാനായിട്ട് ഇച്ചുവാണെങ്കിൽ ഇവിടെ എത്തിയിട്ടും ഒരു സമയം വെച്ച് പാർക്കിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് ഭയങ്കര വെള്ളമായിരുന്നു. അപ്പം അങ്ങനെ വണ്ടി എടുത്ത് കുട്ടിയുടെ ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. നമ്മൾ വണ്ടി നേരെ മുമ്പോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു മനോഹരമായൊരു കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്തായിട്ട് വലിയൊരു ബോട്ടിൻ്റെ ഒരു ഡെമോയും പിന്നെ ഒരു 3-4 കുഞ്ഞി ബോട്ടുകളും ഉണ്ട് അവിടെ. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടി. അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേനുമാണ് പിള്ളേർക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റീസ് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. നിച്ചു ഇനിയിപ്പം ഡോറ് തുറക്കേണ്ട താമസമുള്ളൂ. ചാടാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇരിക്കുകയാണ്. എന്നാ ചോടാ പോന്നില്ലേ? അങ്ങനെ നമ്മൾ ഇച്ചുവിനെ തുറന്നു വിട്ടു, സ്വതന്ത്രയാക്കിയിരിക്കുകയാണ്. ഇച്ചുവിന് ഇപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും കയറി ഇറങ്ങിയൊക്കെ വരട്ടെ, കുറച്ചുകൂടെ കളിക്കട്ടെ. നിങ്ങൾ ഈ സാധനം കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അതുകൊണ്ടോ ഈ സാധനം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൻ്റെ സ്ട്രക്ചർ ഓർമ്മ. ഞാൻ എന്താ പോലും അങ്ങനെ ഈ സ്റ്റീലിൻ്റെ ഈ സാധനം ഇതേ കൂടെ ആണെങ്കിൽ കൊച്ചിട്ട് നൂറിന് വന്നിട്ട് ഊരാനും പറ്റുന്നില്ല. അവിടെ പിടിച്ച് ഇറങ്ങി വരുവത്. ഇതുപോലത്തെ 2 സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരിച്ചിരി പോരായ്മയായിട്ട് തോന്നി. ബാക്കി അപ്പുറം സൈഡിലൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ നല്ല സ്മൂത്തായിട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇതൊരു സെറ്റപ്പായിട്ട് തോന്നിയില്ല.
ആരാദ്യം വരും? ആരാദ്യം ആന്റിനെ തൊടും? ഞാൻ തൊടും. മനസ്സ് മതി. വാ ഇത് നമുക്ക് അവിടെ പാളത്തിലൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കണം. വാ ബോട്ട് വെയിലാവട്ടെ. ഇതെങ്ങനെയുണ്ട് ചേച്ചി സ്ഥലം? മാസ്മരിക അവിടെ കൊണ്ടുവന്നോ? അതായത് ആയില്ല കൊടുക്ക്. ഇച്ചേരി ചോട്ടിന്ന് മാറ. എടി തേങ്ങ വീണ അവസാനം ചാവോ? തേങ്ങ വീണ അവസാനം ഒന്ന് ട്രൈ ചെയ്യാൻ. 10 നിന്നേ. ആ കറക്റ്റ് 10 കൊള്ളിക്ക്. കറക്റ്റ് 10 കൊള്ളിച്ചാൽ 100 രൂപ ഷിൻഡ് തരും. 10 100 രൂപ. 100 ഹലോ ഗൈസ്, അടുത്തതായി നമ്മുടെ സെലിബ്രിറ്റി അമ്പ ചെയ്യാൻ പോവുകയാണ്. മിക്കവാറും അടുത്തതെങ്കിലും ഒരു 10, 9, 8, 7, 6 എല്ലാം ഒന്നിച്ച്. ഓടിക്കാൻ വെച്ചോ? മാസ്ബരിക ഷോട്ട്. കമോൺ. ആ അങ്ങനെ നമ്മുടെ അത്യാവശ്യം പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ബോട്ടിങ്ങിലോട്ട് പോവുകയാണ്. ഞാൻ കയറുന്നില്ല. എനിക്ക് ഇങ്ങനത്തെ ഈ ബോട്ട് ഇങ്ങനെ എനിക്ക് ഒരല്പം പേടിയല്ല, മറ്റെന്തോ ഇങ്ങനെ ഇത് ഒരു ഭയം ഉണ്ട്. ഞാൻ അതിൽ കയറിയിട്ടില്ല. ഇവരെ 3 പേരെയും കൂടെ കയറ്റി വിട്ടിട്ട് ഞാൻ പുറത്തുനിന്ന് ഇവരുടെ വീഡിയോ എടുത്ത് ആസ്വദിക്കുന്നു.
അങ്ങോട്ട് പോകുന്നില്ല, അങ്ങോട്ടോ ഇല്ല, അവിടെ മീനെ കിട്ടൂലെന്നാ. ബോട്ട് എങ്ങനെയാ? അങ്ങനെ നമ്മൾ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ കൂട്ടുകാരത്തിന് വീട്ടിൽ പോകണം. എനിക്ക് വേണ്ട തണുപ്പല്ലതാ. എനിക്ക് തൊണ്ടവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് തണുത്തത് തരുന്നു. കൂട്ടുകാരത്തി എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ബാല്യകാല സുഹൃത്താണ്. ഞങ്ങൾ പണ്ട് ഒന്നിച്ചൊരു വീട്ടിലൊക്കെ ആയിരുന്നു വന്നത് ചെറുപ്പത്തിൽ. അത് കുടിച്ചോ ചെറുപ്പത്തിൽ. നമ്മൾ വന്നു കഴിഞ്ഞാൽ അവളെ കണ്ടായിരുന്നു, പക്ഷേ വീട്ടിൽ പോയില്ല. വീട്ടിൽ പോകുന്ന സമയം കിട്ടിയില്ലായിരുന്നു. ഇപ്പോൾ ഏതായാലും പാർക്കിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അടുത്താണ് അവളുടെ വീട്. അന്നേരം അവളുടെ വീട്ടിലൊന്ന് പോയിട്ട് വരാമെന്ന് ഓർത്ത് ഞങ്ങൾ നേരം കൊണ്ടുവന്ന് പിന്നെ അവിടെയും കൂടെ പോകണം. നമുക്ക് വഴി തെറ്റിയാലും ഗൂഗിൾ അമ്മച്ചയ്ക്ക് വഴി തെറ്റാൻ ലെഫ്റ്റ്. ഓ ശരി അമ്മച്ചി, പൊക്കോളം നിർത്ത്. പ്രകൃതി രമണീയമായ പുഴ നോക്കിക്കാന്ന് പറഞ്ഞ പുഴ കാണിക്കുമ്പോഴത്തേക്കും വാഴത്തോട്ടോ റബ്ബർ തോട്ടോ. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ പാർക്ക് ഓപ്പൺ ആണോയെന്ന് വിളിച്ച് ചോദിച്ചൊരു കൂട്ടുകാരത്തിയുണ്ട്. അവരുടെ വീട്ടിലോട്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ ചിന്നുവെന്ന് വിളിക്കും. വീഡിയോ ഏകദേശം വീട്ടിൽ ചെന്ന് കയറുന്നവിടെ നമ്മളത് ഓഫ് ചെയ്യും. നമ്മൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, കാരണം നമ്മൾ അവരുടെ പ്രൈവസിനെ കൂടെ മാനിക്കണമല്ലോ. അവിടെ കൊച്ചും ഇച്ചൊക്കെ ആയിട്ട് കളിക്കുന്ന എല്ലാ ഷോർട്സൊക്കെ ഉണ്ട്. അങ്ങനെ കിട്ടുവാണെങ്കിൽ അങ്ങനെ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ. വീടിൻ്റെ വെച്ചിരുന്നു.